തലയിലെ കല്ല്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. ഇതിൽ ചികിത്സ തേടേണ്ട എപ്പോഴാണ് എന്നതാണ് ഈ വിഷയത്തിൽ ഇന്നത്തെ ഫാമിലി ഡോക്ടറിൽ വിദഗ്ധ അഭിപ്രായം തേടാം അല്ലേ? കൊച്ചി VPS ലെക്ഷോർ ആശുപത്രിയിലെ യൂറോളജി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ആദിൽ അബ്ദുള്ള സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലെക്ഷോർ. എല്ലാ കിഡ്നി സ്റ്റോണും സർജറി ആവശ്യമില്ല. കിഡ്നി സ്റ്റോൺ പലപ്പോഴും ചില ലക്ഷണങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കിഡ്നി സ്റ്റോണിനെ നമ്മൾ ഇൻ്റർവ്യൂൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു വളരെ വലിയ സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നീൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ ഉള്ള സ്റ്റോൺ, അതല്ലെങ്കിൽ മൂത്രക്കുഴലിലേക്ക് ഇറങ്ങി അത് ബ്ലോക്കാക്കി കിഡ്നീനെ ഇൻഫെക്റ്റ് ചെയ്ത് അതിൽ ഇൻഫെക്ഷൻ, കിഡ്നിയിലൊരു അണുബാധ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തന സാരമായി ബാധിച്ച് ക്രിയാറ്റിനിൻ പോലുള്ള ടെസ്റ്റുകൾ വ്യതിയാനങ്ങൾ വരുത്തുന്ന സ്റ്റോൺ എന്നിവയാണ് നമ്മൾ സർജറി ചെയ്യാറുള്ളത്. ഭൂരിഭാഗം കിഡ്നി സ്റ്റോൺസും നമുക്ക് മരുന്നിലൂടെ തന്നെ അല്ലെങ്കിൽ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളിലൂടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് ഇൻടേക്ക്, അത് വെള്ളം നമ്മൾ കുടിക്കുന്നതിലൂടെ തന്നെ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. അതിലുള്ള ചികിത്സ അത് മാത്രം മതി. പക്ഷേ സിംറ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന കിഡ്നി സ്റ്റോൺ, അതായത് കിഡ്നി സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ വേദന, അതിയായ വേദന, അതായത് ചില ആൾക്ക് നടുവേദന അല്ലെങ്കിൽ മൂത്രക്കുഴലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അമിതമായ അതിയായ വേദന, ഓക്കാനം, ഛർദി, അത് കാരണം മൂത്രം ബ്ലോക്കായിട്ട് പനി, വിറയൽ, കിഡ്നിക്ക് ഇൻഫെക്ഷൻ ബാധിക്കുക എന്നീ അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സർജിക്കലി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പൊതുവെ മൂത്രക്കുഴലിലേക്ക് ഇറങ്ങിയ കല്ലുകളിൽ 7 മില്ലിമീറ്ററിൽ താഴെ ഉള്ള കല്ലുകൾ നമ്മുടെ മൂത്രക്കുഴലിലൂടെ ചാടിപ്പോകുമെന്നാണ് വെപ്പ്. അങ്ങനെ ഉള്ള അവസ്ഥയിൽ, അതായത് മൂത്രക്കുഴലിൽ ബ്ലോക്ക് ആക്കുന്ന 7 മില്ലിമീറ്ററിൽ താഴെയുള്ള കല്ലുകൾ പലപ്പോഴും നമ്മൾ മരുന്ന് കൊടുത്ത് ചാടിച്ച് മൂത്രസഞ്ചിയിലേക്ക് ഇറക്കി അങ്ങനെ മൂത്രത്തിലൂടെ പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും 7 മില്ലിമീറ്ററിൽ കൂടുതലുള്ള കല്ലുകൾ അഥവാ മൂത്രക്കുഴലിൻ്റെ താഴ്ഭാഗത്ത് വന്ന് തറച്ചിരിക്കുന്ന കല്ലുകൾ, അഥവാ മൂത്രക്കുഴലിൻ്റെ മേൾഭാഗത്ത് തന്നെ വെച്ച് ബ്ലോക്കായ കല്ലുകൾ പലപ്പോഴും നമുക്ക് ഒരു പ്രൊസീജിയറിലൂടെ അത് നീക്കം ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മളെവിടെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേസർ വെച്ച് കല്ല് പൊടിച്ച് കളയുന്ന പ്രൊസീജിയറാണ്. ഇത് നമ്മുടെ മൂത്രനാളിയുടെ ഉള്ളിലൂടെ ക്യാമറ കടത്തി നമ്മുടെ മൂത്രക്കുഴൽ വഴി, മൂത്രസഞ്ചിയിൽ പോയി മൂത്രക്കുഴൽ വഴി മുകളിൽ കയറി കിഡ്നിയിൽ നേരെ കല്ല് കണ്ടുപൊടിക്കുന്ന സംവിധാനമാണ് RIRS എന്ന് പറഞ്ഞ ലേസർ ശസ്ത്രക്രിയ. നമുക്ക് എത്ര വലിയ സ്റ്റോൺ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലെക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.